നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. അവിടേക്കുള്ള വാതിലുകൾ ഇന്നും ആരും തുറക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ ഒരിക്കലും തുറക്കാൻ കഴിയാത്തതും തുറക്കാൻ പാടില്ലാത്തതുമായ ചില വാതിലുകളെ കുറിച്ചാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താജ്മഹൽ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ താജ്മഹലിന്റെ ബേസ്മെന്റിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ അടിത്തറയ്ക്ക് ഒരുപാട് വാതിലുകളുണ്ട്. പണ്ട് കാലത്ത് തുറന്നു കൊടുത്തിരുന്ന ഈ ഡോറിലൂടെ യമുന നദി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരുപാട് തുരങ്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നതൊക്കെയും അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ വർഷങ്ങളോളം തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളും അവിടെയുണ്ട്. ഈ ഡോറുകൾ തുറക്കാൻ വേണ്ടി പല ആളുകളും സുപ്രീം കോടതി വരെ സമീപിച്ചെങ്കിലും ഒരിക്കലും ആ വാതിലുകൾ തുറക്കാൻ പാടില്ല എന്ന നിലപാടാണ് കോടതി എടുത്തത്. അതിന് കാരണം താജ്മഹലിന്റെ നല്ല നടത്തിപ്പിന് ഈ വാതിലുകൾ തുറന്ന് അവിടെ എന്താണുള്ളത് എന്ന് അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഏകദേശം 22,000 ജോലിക്കാരും 1000-ഓളം ആനകളും ഇതിന്റെ നിർമ്മാണത്തിനായി പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനുള്ളിലെ രഹസ്യം അറിയാത്തതുകൊണ്ട് തന്നെ ധാരാളം അഭ്യൂഹങ്ങളും കെട്ടുകഥകളും നിലനിൽക്കുന്നുണ്ട്. ഷാജഹാന്റെ ഭാര്യയായ മുംതാസിന്റെ ഓർമ്മയ്ക്കായാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബേസ്മെന്റിലെ അറയിൽ മുംതാസിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഈ വാതിലുകൾ തുറന്ന് ശവശരീരം കാണുകയാണെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം മറവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞാൽ താജ്മഹലിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. ചിങ് ഷി ഹോംസ് ടൂം. ചൈന ആദ്യം 6 പ്രവിശ്യകളായിരുന്നു. പിന്നീട് ഈ പ്രവിശ്യകളൊക്കെ കൂട്ടിയോജിപ്പിച്ച് ചൈനയുടെ ചക്രവർത്തിയായി മാറിയ ആളാണ് ചിൻ ഷി ഹോങ്. തന്റെ മരണാനന്തരം തന്നെ ആരും ശല്യം ചെയ്യരുതെന്ന് തീരുമാനിച്ച് പ്രത്യേകമായി ഒരു ശവകല്ലറ പണിയുകയും അതിനു ചുറ്റും 7 ലക്ഷം ആളുകളെ ഉപയോഗിച്ച് 1000-ഓളം പ്രതിമകളെ സംരക്ഷണത്തിനായി പണിയുകയും ചെയ്തു. എന്നാൽ 49-ാം വയസ്സിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് ഇന്നും ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പല ആർക്കിയോളജിസ്റ്റുകളും അവിടുത്തെ രഹസ്യം അറിയാനായി അവിടേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും മരണമടയുകയാണ് ഉണ്ടായത്. അത്രയും നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ചക്രവർത്തിയുടെ കല്ലറ. സ്ഫിൻക്സ് മോണ്യുമെന്റ്. ഈജിപ്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഫിൻക്സ് എന്ന മോണ്യുമെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ത്രീയുടെ തലയും ഒരു സിംഹത്തിന്റെ ഉടലുമാണ് ഇതിനുള്ളത്. ഈ പ്രതിമയുടെ കാലിന്റെ ഭാഗത്തായി വലിയൊരു ഹാൾ കണ്ടെത്തുകയുണ്ടായി. ഹാൾ ഓഫ് റെക്കോർഡ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വലിയ രീതിയിലുള്ള രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ഒരു ഹാളായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഒരുപാട് കാര്യങ്ങളും വലിയ ഭാരമേറിയ കല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെ പിരമിഡുകൾ നിർമ്മിക്കാം എന്നീ കാര്യങ്ങളും ഉണ്ടായേക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തു തന്നെയായാലും ഈ ഹാൾ ഒരിക്കലും തുറക്കില്ല എന്ന നിലപാടാണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഈ ക്ഷേത്രം നിധിയുടെ കാര്യത്തിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തായി കുറെ കാലങ്ങളായി തുറക്കാതെ കിടക്കുന്ന ഒരുപാട് നിലവറകളുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിന്റെ അനുമതിയോടുകൂടി 6 നിലവറകളിൽ 5 എണ്ണം തുറക്കുകയുണ്ടായി. ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ രത്നങ്ങളും വജ്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇന്നും തുറക്കാതെ കിടക്കുന്ന ഒരു നിലവറയുണ്ട്. മറ്റു വാതിലുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക ഡിസൈനിലാണ് ഇതുള്ളത്. ഒരു പാമ്പ് മുഴുവനായും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന തരത്തിലാണ് ഇതിന്റെ വാതിലുള്ളത്. നാഗബന്ധം എന്നറിയപ്പെടുന്ന ഈ വാതിൽ തുറക്കണമെങ്കിൽ ഗരുഡമന്ത്രം എന്ന ശ്ലോകം ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ ഇന്നീ ശ്ലോകം അറിയുന്നവരായിട്ട് ആരും ജീവിച്ചിരിപ്പില്ല. ഈ നിലവറയുടെ വാതിൽ കടലിലേക്ക് തുറക്കുന്ന ഒന്നാണ് എന്നും അഭ്യൂഹങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ വാതിലിനു പിന്നിൽ ഒരുപാട് വിഷസർപ്പങ്ങളുണ്ട് എന്നതാണ്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഈ നിലവറ തുറന്നു കഴിഞ്ഞാൽ വിലമതിക്കാനാവാത്ത സ്വത്തുവകകൾ കണ്ടെത്താനാകുമെന്നാണ്. എന്തുതന്നെയായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വിലമതിപ്പുള്ള മിസ്റ്ററി നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് രഹസ്യവാതിലാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്